നസ്ലിനെ ഓഡിഷൻ ചെയ്ത് ഞാനായിരുന്നു ഏറ്റവും ഫസ്റ്റ്. നെസ്ലിന്റെ സ്പാർക്ക് എന്തായിരുന്നു? നസ്ലിനി പറഞ്ഞ പോലെ ഭയങ്കര ജെനുവിൻ ആണ്. നമ്മൾ ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, ഭയങ്കര ജെനുവിൻ ആണ് അവരുടെ സംസാരം. സിനിമയിൽ കണ്ട് അല്ലാത്തതായിട്ടുള്ള മുഖമാണ്. പിന്നെ എന്തൊക്കെയോ പുതിയതായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ അവന്റെ മുഖത്തുണ്ടായിരുന്നു. ആക്ടിങ് പഠിച്ചിട്ടുണ്ടാ? ഇല്ല. പിന്നെ എങ്ങനെ നിനക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റണ? എന്നാ പിന്നെ നീ ഇത് പിടി മോനെ. ഒറ്റമ്പോളുണ്ടാക്കാണ്ട് പോടാ ഇറങ്ങി. ഹലോ അമ്മേ, ഞാൻ നിങ്ങളുടെ ഒരു അഭ്യുദയകാംക്ഷിയാണ്. അത് നിനക്ക് എന്റെ തോട്ട് പ്രോസസ് കണക്ട് ആവാത്തോണ്ടാണ്. എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. അപ്പൊ പ്രേമേമല്ല, പ്രേമാണ്. ആളെ വടിയാക്കാൻ എന്റെ പോയണ. നിനക്കൊക്കെ പ്രാന്താണ് പെണ്ണുങ്ങളുടെ പിന്നാലെ പോവാ. അയ്യോ, അതൊരു പ്രശ്നമാണോ? പിന്നെ എന്റെ മീൻ വറുത്തെടുത്തുണ്ടോ ഞാൻ എന്ത് ചെയ്യാനാണ്? എന്താടാ അറിവ് പകരും തോറും വളരുന്നല്ലേ. ഹൈ സക്സസ് റേറ്റ് ഉള്ള ഐഡിയ ആണ് മോനെ. ഈ പാപൊക്കെ ഞാൻ എവിടെ കൊണ്ടുപോയി തീർക്കും കർത്താവേ. നാട്ടുകാരെ മുന്നിൽ കിടന്ന് ഇങ്ങനെ താഴെ പഠിച്ചെന്റെ ചള്ളയാൻ പൊട്ടിക്കുന്ന അയ്യ. ഞാനെന്താടാ ചെണ്ടേ? പഴശ്ശിയുടെ കളികൾ കമ്പനി കാണാൻ പോകുന്നത് വന്ന് അടുത്ത കോമഡി. ഞാൻ വന്നപ്പോ സാറ് കുറച്ച് തിരക്കിലായിരുന്നു. ആക്ച്വലി ഐ എം എ സ്റ്റുഡന്റ്. ഡോക്ടർ ആകണം. പൈസ ഫീസ് അടക്കാൻ കൊടുക്കാൻ MBBS കഴിഞ്ഞ് സിവിൽ സർവീസ് പോകണം. എന്റെ പറ്റൂ വെരി ഫൺ. ചെറിയ തോതിൽ ഇവളൊരു അനുഭവം കാണിച്ചു തുടങ്ങിയാൽ മതി. ബാക്കി ഞാൻ അതിൽ പിടിച്ച് കയറും. അല്ലെങ്കിലും നീയൊന്നും എന്നെ അർഹിക്കുന്നില്ലടാ. പ്രണയം എന്ന് പറയുന്ന എന്നെ ഇത്തരം ചില ഭ്രാന്തകളാണ് ചോമനെ. മാത്രമല്ല ഈ കേസും പറഞ്ഞ് ഇന്ന് അവൾക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ദിവ്യ പ്രണയ എക്സിസ്റ്റ് മാംസനിബന്ധമല്ല രാഗം കേട്ടിട്ടില്ലേ? അശ്ലീല സാഹിത്യകാരന്മാരെ വരെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള വർണ്ണനകളും. ഇവരെല്ലാം വിചാരിക്കും ഞാനൊരു വായ നോക്കിയാണ്. എത്ര ശ്രമിച്ചാലും എനിക്കൊരു വായ നോക്കാൻ പറ്റില്ല. ട്രൂ ലവ് ആടോ. എന്നിട്ടും അവളെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മോയാണെങ്കിൽ അതിന് ഒരുപാട് അർത്ഥമാണ്. നീ അവളെ വിളിക്കണ്ട, അവളെ തള്ളനെ വിളിച്ച് തരാറാ. ഇത് ഇച്ചിരി സീരിയസാ. കാണാൻ നല്ല മേലുള്ള വല്ല ഡ്രസ് എങ്ങനെ കൊടുത്തപ്പോ ഇതേപോലെയൊക്കെ അവനിട്ടേക്കണെന്ന് തൊട്ടാണ് മലമ്പാമ്പിന്റെ തോല. ഇത് കോളേജ് തലക്കടിക്കും. പിന്നെ 1 കിലോമീറ്റർ അപ്പുറത്ത് കൂടെ പോണ മോള് ചാടി പിടിക്കാൻ ഞാൻ നന്നായി കൂറോ കിട്ടിയല്ലോ. വേഗം ഇവിടുന്ന് പോവാം. നസിൽ നിന്ന് ആരുമല്ല ഹോം ചെയ്യുമ്പോ ഞാൻ പറഞ്ഞു ഇവനുണ്ടല്ലോ ഇനി പിടിച്ചാ കിട്ടൂല എന്ന് പറഞ്ഞു. ഞാൻ മുരളിയായിട്ടൊരു ദിവസം സംസാരിച്ചു, പുതിയ പയ്യൻ മിടുക്കനാണ്, എനിക്ക് സ്റ്റാറാവും തോന്നുന്നു ഞാൻ പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ അത് നസ്ലിൻ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൊരു యంగ్ స్టార్ ఆయి మారింది. ఎవ్రీ ఎక్స్ప్రెషన్ ఆఫ్ హిస్ నాకు తన దాంట్లో నచ్చిన బెస్ట్ ఎక్స్ప్రెషన్ ఏంటది ఇదా. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇനി എനിക്ക് ഈ നാട് വിട്ട് ഓടാനുള്ള പ്ലാനില്ല. കൂടെ നിന്നാ മതി, ഞാൻ നോക്കിക്കോളാം. ഇത് നിനക്കൊരു വാണിംഗ്. എല്ലാവർക്കും എന്നെ മതി.